ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഗിരിജ ദമ്പതികളുടെ വസതിയിൽ സംഘടിപ്പിച്ച ഗൃഹാങ്കണ സദസ്സ് വനിതാ കലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീകലാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദീപ്തി സ്വാഗതം. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ 14 ജില്ലയിലും ഞങ്ങൾ കമ്മിറ്റിയൊക്കെ എടുത്തു. എല്ലായിടത്തും പോയി ഞങ്ങൾ മാറിയും പോയി, അല്ല ഒരുമിച്ച് പോയി. കമ്മിറ്റികളൊക്കെ 13 ജില്ലയിലും, വയനാട് മാത്രമാണ് അടുത്ത വർഷം 2013 എടുക്കാൻ സാധിച്ചത്. അങ്ങനെ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി നല്ല നല്ല പരിപാടികളായിട്ട് പോയി. ചെറുകഥ ക്യാമ്പ് ചെറുതുരുത്തിയിൽ വെച്ചിട്ട് ഞങ്ങൾ താത്രിക്കുട്ടിയുടെ 100ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാമ്പ് വെച്ചു. ചെറുതുരുത്തി കഥകളി അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ. പിന്നെ സർക്കസ് കലാകാരികളുടെ ഒരു ക്യാമ്പ് ഞങ്ങൾ കണ്ണൂർ വെച്ചു, തലശ്ശേരിയിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ ആരും ഇന്നുവരെ സർക്കസ് കലാകാരികളെ കൂട്ടായ്മ ചേർത്തിട്ടില്ല എന്ന് നമ്മൾ അറിഞ്ഞത്. അന്ന് എത്രയോ കാലത്ത് സ്ത്രീകൾ കലാകാരികൾ സർക്കസിൻ്റെ ആൾക്കാർ ബുദ്ധിമുട്ടി ജീവിച്ചതും എണീക്കാൻ വയ്യാതെയും അവരുടെ ഒരു അവശത ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസരം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ. അന്ന് ഞങ്ങൾ ആ പരിപാടി അന്ന് അവിടെ സംഘടിപ്പിച്ചു. ഇങ്ങനെ പരിസ്ഥിതി ക്യാമ്പ് നടത്തി. പീരുമേടിൽ കുളക്കട വെച്ചൊരു ക്യാമ്പ് നടത്തി. ഒരു 2015 മുതൽ വനിതാകലാ സാഹിതി അവാർഡുകൾ കലാസാഹിത്യം, സാംസ്കാരികം, അതുപോലെ തന്നെ മാധ്യമം 4 മേഖലകളിൽ കഴിവെന്നല്ല നമ്മൾ സെലക്ട് ചെയ്ത് വ്യത്യസ്തമായ തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നാട്ടിലേക്ക് നിൽക്കുന്ന അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ട് വനിതകൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡിന് തിരഞ്ഞെടുത്തത് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ എല്ലാം അതുപോലെ തന്നെ പഴയ മൺമറിഞ്ഞു പോയവരുടെ PK റോസിയുടെ പേരിലാണ് കലയുടെ അവാർഡ്, വനിതാകലാ സാഹിതിയുടെ കലാസാഹിത്യ പുരസ്കാരം, കലാപുരസ്കാരം. അതുപോലെ തന്നെ സാഹിത്യത്തിന് B രാജലക്ഷ്മി, എല്ലാവർക്കും അറിയാം, അവരുടെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടി വന്നു. അവരുടെ പേരിലാണ് സാഹിത്യത്തിൻ്റെ അവാർഡ്. PC കുറുമ്പ എന്ന് പറഞ്ഞ സാംസ്കാരികത്തിൻ്റെ അവാർഡ്. മാധ്യമ അവാർഡ് യശോദ ടീച്ചറിൻ്റെ പേരിലാണ്, ആദ്യത്തെ സ്വന്തം ലേഖിക എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ യശോദ ടീച്ചർ. അങ്ങനെ 4 അവാർഡുകളാണ് നമ്മൾ പേരിൽ കൊടുക്കുന്നു. പക്ഷേ സാമ്പത്തികമില്ലാത്ത ഒരു അവാർഡ്, വ്യത്യസ്തമായ രീതിയിലുള്ള അവാർഡാണ്. ഒരു പ്രശസ്തി പത്രവും ഫലകവും അതുപോലെ തന്നെ ഫലവൃക്ഷത്തൈ തുടക്കം മുതൽ ഈ പറഞ്ഞ അവാർഡുകളിലേക്ക് സെലക്ട് ചെയ്ത് ജഡ്ജ്മെൻ്റ് എടുത്ത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2015 തുടങ്ങി 2021 ഒഴിച്ച് ബാക്കിയുള്ള 8-9 വർഷവും അവാർഡുകൾ 8ാമത്തെ 9ാമത്തെ ഈ വർഷം കൊടുക്കാനുള്ള 25 കൊടുക്കുന്നുണ്ട്. അതെല്ലാം തിരഞ്ഞെടുത്ത് ഓരോ ജില്ലകൾ വെച്ച് മാറിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാ ജില്ലകളിലും പോയി അവാർഡുകൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് വനിതാകലാ സാഹിതിയുടെ. പിന്നെ സംഗമങ്ങൾ, യുവകലാ സാഹിതിയുടെ സാംസ്കാരിക യാത്രയിൽ ഒപ്പം തന്നെ വനിതാകലാ സാഹിതിയും നിന്നുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 2019 സാംസ്കാരിക യാത്രയ്ക്ക് ഒരു 21 പേരിൽ 7 പേരോളം നമ്മൾ വനിതാ കലാസാഹിതിയുടെ പ്രവർത്തകരും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ജില്ലാ പ്രസിഡന്റ് ശ്രീകലാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദീപ്തി സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ മോളി എബ്രഹാമിന്റെ കാടും കടലും കടന്ന് എന്ന പുസ്തകം റിട്ടയർഡ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. കലാസാഹിതി രക്ഷാധികാരി ഗീത നസീർ പുസ്തകം ഏറ്റുവാങ്ങി. ബീന കോമളൻ, യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക്, സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി, ശ്രീകുമാരി, ദീപ്തി എന്നിവർ സംസാരിച്ചു. സിനിമാ താരം മുത്തുമണിക്കും ശ്രീകലാ മോഹൻദാസിനും പുരസ്കാരങ്ങൾ നൽകി. എഴുത്തുകാരി ഗീതാ കൃഷ്ണനെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ. ഇത്തരത്തിൽ ഇന്നിവിടെ എത്താൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ വളരെ ഫോർമലായിട്ട് എത്താൻ പറ്റിയ സന്തോഷം എന്ന് പറയില്ല, സത്യമായിട്ട് ഹൃദയത്തിൽ തട്ടി തന്നെ ഞാൻ പറയാണ്. ഫീൽ സോ ഹാപ്പി ആൻഡ് സോ എലിയേറ്റഡ് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. വളരെ കാലം മുമ്പ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാം വീണ്ടും കാണാനും പരിചയങ്ങൾ പുതുക്കാനും പഴയ ഓർമ്മകൾ പുതുക്കാനും ഒക്കെ ഒരു അവസരമായി ഈ സന്ദർഭം. ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷൻ സെക്രട്ടറിയായിട്ട് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഗീത അന്ന് ഫസ്റ്റ് PDCക്ക് പഠിക്കുക. ഹ്യൂമൻസ് കോളേജിലെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അല്ല, കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്.
जय जय हे भगवती सुरधारती तव चरणौ प्रणमामि। जय जय हे भगवती सुरभारती तव चरणौ नादब्रह्ममयी जयवाणी जयवाणी जय जय हे भगवती सुरभारती പക്കും കൂടം പറിക്കാലോ പക്കും കൂടം പറിച്ചാലേ എണ്ണയിലിട്ട് പൊരിക്കാലോ പക്കും കൂടം പറിച്ചാലേ എണ്ണയിലിട്ട് പൊരിക്കാലോ എണ്ണയിലിട്ട് പൊരിച്ചാലേ കള്ളും കുട്ടിയടിക്കാലോ എണ്ണയിലിട്ട് പൊരിച്ചാലേ കള്ളും കുട്ടിയടിക്കാലോ കള്ളും കുട്ടിയടിച്ചാലേ അടിയുലഞ്ഞു നടക്കാലോ കള്ളും കുട്ടിയടിച്ചാലേ അടിയുലഞ്ഞു നടക്കാലോ താതിനന്ദ 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 തെയ്യത്തര താതിനന്ദ 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 തെയ്യത്തര താതിനന്ദ 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 ആലുവ മണ്ണപ്പുറത്തുണ്ടൊരു മത്തേൻ തയ്യും തയ്യുണ്ട് ആലുവ മണ്ണപ്പുറത്തുണ്ടൊരു മത്തേൻ തയ്യും തയ്യുണ്ട് മത്ത പുത്തതും കാവറുത്തതും കളിക്കരച്ചതും കൂട്ടാൻ വെച്ചതും നീയറിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി മത്ത പുത്തതും കാവറുത്തതും കളിക്കരച്ചതും കൂട്ടാൻ വെച്ചതും നീയറിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താതിനന്ദ 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 തെയ്യത്താര താതിനന്ദ 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 തെയ്യത്താര താതിനന്ദ 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 തെയ്യത്താര താതിനന്ദ 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 തെയ്യത്താര അരുകുക ചെറുകുക ജീരക ചെമ്പക കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗൈ തിരിഞ്ഞു താമരമുളങ്ങൾ
യുഗങ്ങൾ നീന്തി നടക്കും ഗംഗൈ പിരിഞ്ഞു താമരമുളങ്ങൾ ഭൂപടങ്ങളിലൊരുങ്ങി വന്നു ജീവിതങ്ങൾ തുടരൂരിയെറിഞ്ഞു ഭൂപടങ്ങളിലൊരുങ്ങി വന്നു ജീവിതങ്ങൾ തുടരൂരിയെറിഞ്ഞു ചുണ്ടിയാതകരങ്ങളിലിപ്പോൾ ചെണ്ടുകൾ പുതിയ പൗരനുള്ള ചുണ്ടിൽ ഗാതകരങ്ങളിലിപ്പോൾ ചെണ്ടുകൾ പുതിയ പൗരനുള്ള ബലികുടീരങ്ങളെ താമരക്കുമ്പിളല്ലോ മാതൃകയും ഇതിൽ കാതാനി സംഗീത മധുപകൽ എനിക്കവിടെ എത്തണം. ഞാനൊക്കെ കൂടുതൽ നടത്തുന്ന ഒരു കാര്യമാണ്. സമയം തെറ്റിയില്ലെങ്കിൽ ആരും എന്നെ ചീത്ത പറയും. എനിക്ക് ഒരു ബോധമില്ല. എന്തു പറഞ്ഞാലും സമയമായില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞാൻ പോകും വേഗം പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുക വേണ്ടത് വെച്ചാൽ സമ്മതിക്കുകയും ചെന്നപ്പുറത്ത് കോടിയെടുത്ത് എല്ലാവർക്കും പോണം. എന്താ സമയത്തൊട്ടാകേയില്ല. എന്ത് ചെയ്യാനാ? ഇതെന്തോന്നാ ചേച്ചി? ആഹാ, അപ്പൊ വനിതാകലാസാഹിതിയെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലേ? യുവകലാസാഹിതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, യുവകലാസാഹിതി എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞു കേട്ടാ പോരാ. യുവകലാസാഹിതി എന്ന് പറഞ്ഞ ഇപ്പൊ 50 വർഷം പിന്നിട്ട കേരളത്തിലെ സാംസ്കാരിക ഭൂപടത്തിൽ സ്വന്തം സ്ഥാനപരമായ സംഘടനയാണ്. ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നേതാക്കൾ പൊന്നുപോലെ കൊണ്ടുവരുന്ന സംഘടന. ആരാ അതിന് തുടക്കം കുറിച്ചെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? വയലാർ രാമവർമ്മ, കാപ്പിശ്ശേരി കരുണാകരൻ, ONV കുറുപ്പൻ എന്ന് വേണ്ട തോപ്പിൽ ഭാസി എന്ന് വേണ്ട എല്ലാ മഹാരഥന്മാരും കൂടി രൂപം കൊടുത്ത സംഘടനയാണത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ യുവകലാസാഹിതി ഇങ്ങോട്ട് നന്നായിട്ട് അഭിവൃദ്ധിപ്പെട്ടപ്പോൾ അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് തോന്നി എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുതിയ സംഘടന ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ വനിതാകലാസാഹിതി. വനിതാകലാസാഹിതി ഇപ്പൊ 10-13 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഒട്ടും മോശമല്ല വനിതാകലാസാഹിതിയുടെ പെർഫോമൻസ്. നന്നായിട്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും രക്ഷാധികാരിയും ഒക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന ആൾക്കാരുടെ മക്കളാണ്. അവരെല്ലാം നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ വർഷവും സാംസ്കാരിക കല അങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവാർഡിനൊന്നും സത്യം പറയാലോ പണം കൊടുക്കണ ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാവ സ്ത്രീകള് ഞങ്ങളുടെ കൈകൊണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന അവാർഡ് ഉണ്ടല്ലോ, അത് തലമുറ നിൽക്കുന്ന പോലത്തെ ഒന്നാം തരം ഫലവൃക്ഷ തയ്യാണ്. അത്ര ഒരു അവാർഡ് ഇതുവരെ ആരെങ്കിലും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടോ? അവിടെയാണ് വനിതാകലാസാഹിതി എന്ന സംഘടനയുടെ പ്രത്യേകത. ചിന്തിച്ചു നോക്ക്, അതൊരു പ്രത്യേകത തന്നെയല്ലേ? അതാണ് അങ്ങനെയുള്ള വനിതാകലാസാഹിതിയുടെ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രഹാങ്കണ സദസ്സ് ആലുവയില്. അത് സാധാരണ വീടൊന്നും അല്ല, നമ്മുടെ ജസ്റ്റിസ് ബാലകൃഷ്ണന്റെയും ഗിരിജാ സി ജോർജിന്റെയും വീട്ടിലാണ്. ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഗിരിജാ സി ജോർജ് എന്ന് പറഞ്ഞാൽ ആ മഹതിക്കുമുണ്ട് ഒരു ചരിത്രം. കേരളത്തിലെ അറിയപ്പെടുന്ന വിപ്ലവ നായികയായ PT മേരിയുടെ മോളുടെ വീട്ടിലാണ്. അവിടെയൊക്കെ പോകാൻ സാധിക്കുന്നത് ഒരു അഭിമാനമായിട്ട് കരുതിയാ നിങ്ങളെയൊക്കെ ഞാൻ വിളിക്കണേ. അല്ലാതെ എനിക്കങ്ങനെ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല. ഇഷ്ടമുണ്ടെങ്കിൽ വരിക, അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും വരാൻ ചേച്ചി. എന്നാ വേഗം